യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിവെച്ചു. നാളെയായിരുന്നു വധശിക്ഷ നടപ്പാക്കാനിരുന്നത്. കേന്ദ്ര സർക്കാർ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. നിമിഷയുടെ മോചനത്തിനായി ഇടപെടുന്ന എല്ലാവർക്കും നന്ദി എന്നായിരുന്നു മാതാവ് പ്രേമകുമാരിയുടെ പ്രതികരണം. നിമിഷയുമായി 2 ദിവസം മുൻപ് സംസാരിച്ചിരുന്നുവെന്നും നിമിഷ നല്ല ടെൻഷനിലായിരുന്നുവെന്നും പ്രേമകുമാരി 24നോട്. അങ്ങനെ കുറച്ച് വിശ്വസിക്കാണ്. ഒരിക്കലും അങ്ങനെ രാജ്യത്തെ എല്ലാ മക്കളും ഇടപെട്ടിട്ടുണ്ട്. എല്ലാവർക്കും 1000 നന്ദി പറയാണ്. എനിക്ക് ടീച്ചേഴ്സ് മുഴുവൻ ടീച്ചേഴ്സ് അറിയില്ല. സാറ് മീറ്റിംഗിലാണ്. ഞാനിവിടെ പ്രാർത്ഥനയിലാണ്. നിമിഷനെ എനിക്ക് എപ്പോ വേണമെങ്കിലും കാണാൻ പോകാം. പക്ഷെ സാറിന് ഇപ്പൊ ദിവസം തിരക്കാ. സാറ് കൂടെ വന്നാലേ എനിക്ക് പോകാൻ പറ്റുള്ളൂ. തന്നെ പോകാൻ പറ്റുന്നതല്ല സ്ഥലം. നിമിഷമായിട്ട് 2 ദിവസം മുമ്പ് സംസാരിച്ചു രാത്രി. നിമിഷയ്ക്ക് നല്ല ടെൻഷനാണ്. നിമിഷയ്ക്ക് എല്ലാ വിവരങ്ങളും അവളുടെ കൂടെയുള്ള ഉദ്യോഗസ്ഥകള് പുറത്തൊക്കെ പോയി വരുമ്പോ വിവരങ്ങൾ അറിയുന്നത് അവൾക്ക് കൊണ്ടുവന്ന് കൊടുക്കും ന്യൂസേ. അപ്പൊ അമ്മമാര് മമ്മിനെ വിളിച്ച് ചോദിക്ക്, സാമുവൽ സാർ എപ്പോഴാ വരുന്ന, വേഗം കാര്യങ്ങൾ ചെയ്യാൻ പറ എന്ന് പറഞ്ഞ് അവളോട് തിരക്കുന്നുണ്ട് എല്ലാവരും. വധശിക്ഷ നീട്ടിയതിലൂടെ ചർച്ചകൾക്ക് കൂടുതൽ സമയം ലഭിക്കുമെന്ന് ആക്ഷൻ കൗൺസിൽ ഭാരവാഹി സാമുൽ ജെറോം യമനിൽ നിന്ന് 24നോട് പ്രതികരിച്ചു. വെള്ളിയാഴ്ച വീണ്ടും കേസ് പരിഗണിക്കും. യമനിലെ പണ്ഡിതരുമായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയ നടത്തിയ ഇടപെടലാണ് നിർണായകമായത്. ഹാഷ്മി താജ് ഇബ്രാഹിം, ബൽറാം നെടുങ്ങാടി, ഇസ്മായിൽ പയ്യോളി, സമീർ സി മുഹമ്മദ് എന്നിവർ ചേരുന്നുണ്ട്. ആദ്യം ഇസ്മായിൽ പയ്യോളിയിലേക്കാണ്. ഇസ്മായിൽ പയ്യോളി, ഇപ്പോൾ ഇക്കാര്യങ്ങളിലൊക്കെ ഒരു സ്ഥിരീകരണം വരുന്നു. അവിടെ നിന്ന് പുതിയ എന്തെങ്കിലും വിവരങ്ങൾ നൽകാനുണ്ടോ ഇസ്മായിൽ പയ്യോളി? ഉന്മേഷ്, ഇത് സംബന്ധിച്ച് നാം നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന സൂചനകൾ പ്രകാരം നിമിഷപ്രിയയുടെ വധശിക്ഷ നാളെ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത്. ശരി, അപ്പോൾ അക്കാര്യത്തിലൊരു സ്ഥിരീകരണം ഔദ്യോഗികമായി വരികയാണ്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന്. ബൽറാം, വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അറിയിക്കുന്നുണ്ട്? ബൽറാം. ഉന്മേഷ, നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചതായുള്ള കാര്യം വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് സ്ഥിരമായി തന്നെ ഈ ജയിൽ അധികൃതരുമായും പ്രോസിക്യൂട്ടർമാരുമായും വിദേശകാര്യ മന്ത്രാലയം ബന്ധം പുലർത്തിയിരുന്നു, നിരന്തരം ബന്ധം പുലർത്തിയിരുന്നു എന്നും അതിൻ്റെ കൂടി ഫലമായാണ് ഇപ്പോൾ നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുമാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഈ ദയാദനം സംബന്ധിച്ച് ചർച്ചകൾക്ക് സമയം ലഭിക്കാൻ ആവശ്യമായ ഇടപെടലും വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നും നിരന്തരമായി ഉണ്ടാകുന്നുണ്ട് എന്നും അതിനായുള്ള ചർച്ചകൾ തുടരുകയാണ് എന്നുമാണ് വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ വിദേശകാര്യ മന്ത്രാലയം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിലും ഈ പരിമിതികൾ ഒട്ടേറെയുണ്ട് ഈ യമനുമായുള്ള നയതന്ത്ര ബന്ധത്തിൽ എന്ന് പറയുമ്പോഴും പലതരത്തിലുള്ള ഇടപെടലുകൾ ഈ വിഷയത്തിൽ നടത്തുന്നുണ്ട് എന്നും പല ഇടപെടലുകളും അതുകൊണ്ട് തന്നെ തുറന്നു പറയാൻ കഴിയാത്തവയാണ് എന്നും അറിയിച്ചിരുന്നു. അത് ഒരു ഷെയ്ഖുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടൽ നടത്തിയെന്നും പ്രോസിക്യൂട്ടർക്ക് കത്തയച്ചു എന്ന കാര്യങ്ങളും സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ആ ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ് എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങളും വ്യക്തമാക്കുന്നത്. അത് ഈ ഇന്നലെ മുതൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചർച്ചകളിലെല്ലാം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായ 2 യമൻ പൗരന്മാർ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ വേണ്ടി നയതന്ത്ര തലത്തിൽ ഇടപെടൽ നടത്താൻ 2 യമൻ പൗരന്മാർ കൂടി അതിന്റെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട് എന്നാണ് വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ സ്ഥിരീകരിക്കുന്നത്. ഈ ചർച്ചകളിലെല്ലാം തന്നെ കേന്ദ്ര സർക്കാർ ഒരു ഭാഗമാണ്. അത് ഒരു ഫലം കാണുന്നുണ്ട് എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. വെള്ളിയാഴ്ചയാണ് ഈ ഹർജി വീണ്ടും സുപ്രീം കോടതി പരിഗണിക്കുക. അതിനു മുൻപായി സർക്കാരിനോട് തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസം സർക്കാർ സമർപ്പിച്ച അല്ലെങ്കിൽ കോടതിയെ അറിയിച്ച കാര്യങ്ങൾക്ക് ഒപ്പം തന്നെ അതിനുശേഷമുണ്ടായ നടപടികൾ അടക്കമുള്ളവ ഉൾപ്പെടുത്തിയായിരിക്കും കേന്ദ്ര സർക്കാർ തൽസ്ഥിതി റിപ്പോർട്ട് സുപ്രീം കോടതിയിൽ സമർപ്പിക്കുക. അതേസമയം നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചതായുള്ള ഔദ്യോഗികമായ അറിയിപ്പ് അല്ലെങ്കിൽ ഉത്തരവ് ഇതുവരെയും ഇറങ്ങിയിട്ടില്ല എങ്കിൽ പോലും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. വധശിക്ഷ നാളെ നടപ്പാക്കില്ല, വധശിക്ഷ നീട്ടിവെക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. മറ്റ് ചർച്ചകൾ, മോചനത്തിനായുള്ള ചർച്ചകൾ, ദയാദനവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ എന്നിവ തുടരുകയാണ് എന്നുമാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിക്കുന്നത്. ഉന്മേഷ്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ ഇപ്പോൾ നൽകിയത്. ആക്ഷൻ കൗൺസിലിന്റെ പ്രതികരണം ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. ഈ വധശിക്ഷ നീട്ടിവെച്ച കാര്യം സ്ഥിരീകരിച്ചുകൊണ്ടുള്ള കുറിപ്പിൽ അവർ ഇങ്ങനെ പറയുന്നുണ്ട്: നമ്മുടെ ഇടപെടൽ ഇപ്പോൾ ലക്ഷ്യത്തിലെത്തിയിരിക്കുന്നു. പൂർണ്ണമായ തോതിൽ ഒരു വിടുതൽ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം തുടരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച വാർത്തകൾ അവധാനതയോടെ കൈകാര്യം ചെയ്യണം എന്നാണ് അവർ വ്യക്തമാക്കുന്നത്.
വധശിക്ഷാ തീയതി മാറ്റിവെക്കുക എന്നത് ആശ്വാസം മാത്രമാണ്. പക്ഷേ ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. ആ ലക്ഷ്യം നേടുന്നതിന് തടസ്സമായിരിക്കുന്ന അല്ലെങ്കിൽ തടസ്സമായി വരുന്ന ഒരു കാര്യവും മുന്നോട്ട് കൊണ്ടുപോയി കൂടാ. അതുകൊണ്ട് ഇത് സംബന്ധിച്ച വാർത്തകൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ എല്ലാം നമ്മുടെ ലക്ഷ്യത്തിന്റെ ഒരു ചെറിയ ആശ്വാസം മാത്രമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് എന്നുള്ള ബോധ്യത്തോടെ വാർത്തകളെ സമീപിക്കണം എന്നുള്ള അഭ്യർത്ഥന അത് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ ഭാഗത്തു നിന്ന് കൂടി ഇപ്പോൾ വരുന്നുണ്ട്. സമീർ സി മുഹമ്മദ് കൂടി ചേരുന്നുണ്ട്. സമീർ, ഇപ്പോൾ ഈ കാന്തപുരം നടത്തിയ ഇടപെടലുകൾ നിർണായകമായിട്ടുണ്ട്. അവിടെ നിന്നുള്ള പ്രതികരണങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ വരുന്നുണ്ടല്ലോ. എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് അവിടെ നിന്ന് ഉള്ള പ്രതികരണങ്ങളിൽ സമീർ? ഒരു വേളയിൽ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട ഇടത്തു നിന്നാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഈ ദൗത്യം ഏറ്റെടുക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള നിരന്തരം ഇടപെടൽ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. യമനിലെ സൂഫി വര്യനായിട്ടുള്ള ഷെയ്ഖ് ഹബീബ് ഉമറുമായി ബന്ധപ്പെടുകയും തുടർന്നുണ്ടായ നടപടികളും നമ്മളിപ്പോൾ കണ്ടതാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലാണ് ഈ നടപടികൾ, അതായത് നാളെ വധശിക്ഷ നടപ്പാക്കും എന്നുള്ള ആ ഒരു ഉത്തരവാണ് നേരത്തെ ഉണ്ടായിരുന്നത്, അത് നീട്ടിവെച്ചു എന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണം വന്നിരിക്കുന്നു. അതിൽ വലിയ സന്തോഷമാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാനും അതുപോലെ തന്നെ കാരന്തൂർ മർക്കസിനുമുള്ളത്. അതുമായി ബന്ധപ്പെട്ടുള്ള വിവിധ പ്രതികരണങ്ങളാണ് വന്നത്. അല്പസമയം മുമ്പാണ് ഇവിടേക്ക് കാന്തപുരം ഉസ്താദിനെ കാണുന്നതിനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനും വേണ്ടിക്കൊണ്ട് ഖലീൽ ബുഖാരി തങ്ങളെത്തി. അതുപോലെ തന്നെയാണ് ജോൺ ബ്രഡാസ് MP എത്തി. അവരെല്ലാവരും തന്നെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഈ ഒരു പ്രവർത്തനത്തെ ശ്ലാഘനീയമായ പ്രവർത്തനമാണ്, അദ്ദേഹത്തിൻ്റെ ഇടപെടലാണ് ഉണ്ടായത് എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കുന്നത്. ഇനിയും ഈ വിഷയത്തിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകേണ്ടതുണ്ട്. ഈ കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്ന് അനുകൂലമായിട്ടുള്ള ഏതാനും ചില രേഖകൾ കൂടി ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അതായത് പൂർണ്ണമായി മാപ്പ് നൽകാൻ ഒരുക്കമാണ് എന്ന് കാണിച്ചിട്ടുള്ള അത്തരത്തിലുള്ള രേഖകൾ ഉണ്ടാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ദയാധനം സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളിൽ കൂടി കൂടുതൽ ഇടപെടൽ ഉണ്ടാകും. ദയാധനം സ്വീകരിച്ചുകൊണ്ട് പൂർണ്ണമായും ഈ വിഷയത്തിൽ ഒരു വിടുതൽ നൽകാൻ അവർ തയ്യാറാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി നേതൃത്വം നൽകും എന്ന കാര്യമാണ് മർക്കസ് വ്യക്തമാക്കുന്നത്. ഉന്മേഷ്.